ദേ, ഞാനൊരു കാര്യം പറഞ്ഞ എന്നോട് ദേഷ്യപ്പെടരുത്. എന്താ? നിങ്ങൾക്കൊന്ന് ശിവക്ഷേത്രത്തിൽ പോയിക്കൂടെ? എന്തിനാ? അമ്മയുടെ ജീവൻ അവിടെയില്ല ഇവിടെയില്ല എന്നുള്ള അവസ്ഥയിലല്ലേ? ശിവക്ഷേത്രത്തിൽ പോയി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച എല്ലാറ്റിനും ഒരു പരിഹാരം ഉണ്ടാവുന്ന പാലിയടുത്ത് ലക്ഷ്മിയെടുത്തി പറഞ്ഞത്. അമ്മ ഇങ്ങനെ കിടന്ന് നരകയാതന അനുഭവിക്കുന്ന കാണുമ്പോൾ വിഷമം കൊണ്ട് പറഞ്ഞു പോയത്. അമ്മയില്ലാതെ വളർന്ന എനിക്ക് ഒരമ്മയുടെ സ്നേഹമൊക്കെ കിട്ടിയത് രാമേട്ടൻ്റെ അമ്മയെന്ന്. ഈ വൃശ്ചികം വരുമ്പോൾ 1 വർഷമായി അമ്മയെ കിടപ്പ് തുടങ്ങിയിട്ട്. രണ്ട് ദിവസം മുമ്പ് ഡെറ്റോൾ ഒഴിച്ച വെള്ളം കൊണ്ട് ഞാൻ അമ്മയെ തുടച്ചോണ്ടിരുന്നപ്പോ മുതുകീന്ന് ഇത്ര നീളമുള്ള പുഴുക്കൾ നുളക്കിന് കണ്ടപ്പോ സഹിക്കാനായില്ലേ രാമേട്ട. അമ്പലത്തിലേക്കാണോ? പെറ്റമ്മയുടെ ജീവൻ എത്രയും പെട്ടെന്ന് എടുത്തു തരണേന്ന് ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിക്കാൻ. മാഷ് വിഷമിക്കണ്ട, ഇന്നോ നാളെയോ ഉറപ്പായിട്ടും സംഭവിച്ചിരിക്കും. ഇവിടെ ആരും ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല. ഈ ഭൂമി ഉണ്ടായപ്പോൾ മുതൽ മാഷും ഞാനും മാഷുടെ അമ്മയും ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നതെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കാലത്തിനനുസരിച്ചുള്ള ചില മാറ്റങ്ങളിലൂടെ ഈ രൂപത്തിലെത്തിയെന്ന് മാത്രം. ഇനിയും പല മാറ്റങ്ങളും ഉണ്ടാവും. അതിനെ ജനനം, ബാല്യം, കൗമാരം, വാർദ്ധക്യം, മരണം എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രം. അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ളവർ കണ്ടു നിൽക്കുന്നേരം എങ്ങനെ എന്നറിഞ്ഞീലകത്യന്തതാ രാഘവന്റെ ദിലിറങ്ങി നിന്നീടിന ആകാശദേശാൽ പ്രഭാകര സന്നിവൻ വന്ദിച്ചു നിന്നു രഘുകുലനാഥനാം നന്ദമീ എന്നരുൾ ചെയ്താനകത്യനും അഭ്യർത്ഥയം നിനക്കാശു വരുത്തുക ഇപ്പോൾ ഇവിടേക്ക് വന്നിരു ഞാനടോ താപത്രയവും വിഷാദവും തീർന്നുപോം ആപത്തു മറ്റുള്ളവയും അകന്നുപോം ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധിക്കുമായ സുസൽകീർത്തിവർദ്ധനം നിത്യമാദിത്യാഹൃദയമാം മന്ത്രമീരുത്തമമെത്രയും ഭക്ത്യാ സൂര്യനെ തന്നെ ഭജിപ്പതും ദേവകളാലാകുന്നതാദിത്യനാകീയ ദേവനത്രേ 14 ലോകങ്ങളും രക്ഷിപ്പതും നിജ രശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരെ ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖന്താനും പ്രജാപതി വൃന്ദവും ശക്രനും വൈശ്യാനരാനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും രക്ഷാജീവനും ഈശ്വരനും ചന്ദ്രനും നക്ഷത്രജാലവും ദിക്കരി വൃന്ദവും വാരണവക്രനും മാജനും മാജനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വനി പുത്രരും അഷ്ടാവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാപിതർക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും അഗസ്യാമുഖവും വാരമാസാർത്തു സംവത്സരകൽപ്പാതി കാരകനായതും സൂര്യനവൻ തന്നെ വേദാന്ത വേദ്യനാം വേദാത്മികാനിവൻ വേദാർത്ഥ വിഗ്രഹൻ രത്നസേവിതൻ മിത്രൻ
ദോഷകരാത്മകൻ ദുഷ്ടാദീനകരൻ ഭാസ്കരൻ നിത്യാനഗത്യാനീശ്വരൻ സാക്ഷി കവിതാമസ്തലോകേശ്വരൻ ഭാസ്വാൻഗപസ്തിമാൻ ശാശ്വതൻ ശംഭൂചരണ്യൻ ശരണതൻ യോഗശിശീരാജീവീരാജി ശോകപാഹാരി ലോകലോകവിഗ്രഹൻ ഭാനുഗരണ്യൻ ഗർഭൻ ഗരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്ര സനാതനൻ സപ്തജന ബോധപ്രദൻ മംഗലൻ ആദിത്യനർക്കനരുണൻ നന്ദകൻ ജ്യോതിർമയൻ തവനൻ സവിതാരവി വിഷ്ണു വികർത്തനൻ മാർത്താണ്ഡനം ശുമാവിരനൻ മിഹിരൻ വിരോചനൻ പ്രചോദൻ പരൻ ഗദ്യോദൻ നിദ്യോദൻ പ്രചോദൻ പരൻ എന്താ ഇത്ര ശ്രദ്ധിച്ചു നോക്കണത്? കാലങ്കോയുടെ ശബ്ദമില്ല കേൾക്കണത്. അതെ, അത് വടക്കുന്നല്ലേ കൂവണത്. എന്തോ എവിടുന്നാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതെ, വടക്കുന്ന് തന്നെയാ. അതിനിപ്പെന്താ? വടക്കുന്ന് കാലങ്കോഴി കൂവിയ, പിറ്റേന്ന് തെക്കുന്ന് പട്ടടെരിയോന്ന് അമ്മ പറയായിരുന്നു. ഓരോരോ അന്ധവിശ്വാസങ്ങള്. നിങ്ങൾ വന്ന് അത്താഴം കഴിക്കും. വേണ്ട, നിങ്ങൾ കഴിച്ചോ. ജ്ഞാനസ്വരൂപനാമജ്ഞാനവിനാശനൻ ധ്യാനിച്ചുകൊള്ളുക നിത്യമീ ദേവന് സന്തതം ഭക്ത്യാ നമസ്കരിച്ചിടുക. സുഭദ്രേ, ഇനി ഞാൻ നാളെ വരാം. പാവം അമ്മ രക്ഷപ്പെട്ടു. സംഗ്രന്ഥരാമനെ നിർജാര സംഗേന സാർത്ഥം വണങ്ങി സ്തുതിച്ചു. രാമചന്ദ്ര പ്രഭോ പാഹിമാൻ പാഹിമാൻ, രാമഭദ്ര പ്രഭോ പാഹിമാൻ പാഹിമാൻ. ഞങ്ങളെ രക്ഷിപ്പതിന് മറ്റാരുള്ളതിങ്ങനെ കാരുണ്യപീയൂഷവാരിതേ. നിന്ദരിതാമൃതം ചൊൽവാനും എപ്പോഴും നെഞ്ചവി കൊണ്ട് കേൾക്കാനും അനുദിനം ലോകം വരുവാൻ അനുഗ്രഹിച്ചേരണം. ലോകമൂർത്തേ ജനകാത്മജാവല്ലഭ ശ്രീ മഹാദേവൻ നിന്ദിരുനാമങ്ങൾ രാമരാമേരി ജപിക്കുന്നതദ്ദേഹം. മാഷ് ഇന്നലെ അത്താഴം പോലും കഴിച്ചില്ലെന്നാ പറയണേ. സുഭദ്ര ചേച്ചി രാവിലെ ചായയായിട്ട് ചെന്നപ്പോഴാ മാഷ് മരിച്ചെടുക്കണ കണ്ടത്. സ്തുതിച്ചോരു ദേവേന്ദ്രനോടരു ചെയ്തു രാഘവൻ കവികുല വീരരെ അറ്റാക്കായിരുന്നു പറയണേ. അറ്റാക്കാണെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യം ആള് മരിക്കുള്ളൂന്നാ ഞാൻ കേട്ടേക്കണേ. രാമേന്ദ്ര മാഷിന് ഒരു പനി വന്നത് പോലും എനിക്ക് ഓർമ്മയില്ല. ഇത് അറ്റാക്കൊന്നുമല്ല, കാർഡിയാക് അറസ്റ്റ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. അമ്മ, ഓ ശവം ദഹിപ്പിക്കാനുള്ള ടൈം ഫിക്സ് ചെയ്യണ്ടേ? ശവം ദഹിപ്പിക്കാനുള്ള ടൈം ഫിക്സ് ചെയ്യണ്ടേ? ശവം ദഹിപ്പിക്കാനുള്ള ടൈം ഫിക്സ് ചെയ്യണ്ടേ? ഇവനൊരു കാര്യം പറയാനുണ്ടെന്ന്. കോളേജില് ഇവന്റെ കൂട്ടുകാർക്കൊക്കെ ബൈക്ക് ഉണ്ടെന്ന്. അതൊരു നല്ല കാര്യമല്ലേ? അതല്ല, അതൊരെണ്ണം ഇവന് വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അതിന് ബാങ്ക് ലോൺ കിട്ടൂത്രേ. സുഭദ്രേ, എടുത്താൽ പലിശ സഹിതം തിരിച്ചടക്കേണ്ട സാധനത്തെയാ ബാങ്ക് ലോൺ എന്ന് പറയുന്നത്. ഇവിടെ പലർക്കും അത് അറിയില്ല.
അച്ഛാ എനിക്കൊരു ബൈക്ക് മേടിച്ചു തരുമോ അച്ഛാ? എന്റെ പൊന്നച്ഛനല്ലേ, എന്റെ പൊന്നച്ഛനല്ലേ. ദശരഥൻ വന്നിതാ നിന്നൊരു ജ്ഞാനമുയർന്നു നിന്നെ കാണാൻ ചെന്നു വണങ്ങുക. ഹലോ. അൻപോട് ആ, കേട്ടതാ ഞാൻ അങ്ങോട്ട് മന്നവൻ വിളിച്ചിരുന്നു. സംഭ്രമം പൂണ്ടു വീട്ടിലെ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ആരും എടുക്കണ്ടായില്ല. പിന്നെ ഞാൻ ഓഫീസിലേക്ക് വിളിച്ചു. അപ്പൊ നീ പുറത്തു പോയിരിക്കണെന്ന് പറഞ്ഞു. നീ വന്ന വിവരം പറയണമെന്ന് അയാളോട് ഞാൻ പറഞ്ഞിരുന്നു. അതെ, പറഞ്ഞല്ലേ? ആ, എത്ര മണിക്കാണെന്നൊന്നും അറിയില്ല. രാവിലെ സുഭദ്ര ചായയും കൊണ്ട് ചെന്നപ്പോഴാ കണ്ടത്. സുഭാഷ. ഇല്ല, ശവദാഹത്തിന്റെ ടൈമൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. ആ, നീ ഒന്ന് വെയിറ്റ് ചെയ്യ, ഞാനൊന്ന് സുധീഷുമായിട്ട് ആലോചിക്കട്ടെ. സുഭാഷ് പറയാ അവൻ വന്നിട്ട് ബോഡി ദഹിപ്പിച്ചാ മതിയെന്ന്. ചേട്ടൻ അമേരിക്കയിൽ നിന്ന് വന്നവരെ ശവം ഇങ്ങനെ ഇട്ടോണ്ടിരിക്കണോ? ഹലോ. അതെ, 4 ദിവസത്തിനുള്ളിൽ അവനിവിടെ എത്താന്നും അതുവരെ ഏതെങ്കിലും ആശുപത്രിയിൽ ബോഡി ഫ്രീസറിൽ വെക്കണമെന്നും അവൻ പറയണേ. ശരി, എല്ലാ ഏട്ടൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ. ആരാ ഈ സുഭാഷ്? മാഷിന്റെ മൂത്ത മോന. പരീക്ഷയ്ക്ക് തോറ്റപ്പോ മാഷ് പിടിച്ച് തല്ലേന് നാട് വിട്ടുപോയ ചെക്കനാണോ? അതെ. ആ ചെക്കൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അമേരിക്കയിലാ, അവൻ വരാൻ പോണെന്ന്. പുഷ്കര നേത്രനെ വാഴ്ചേ നിരാകുലം പുഷ്കര ചാരികളും നടന്നിടിനാ. മക്കളെ ഒന്ന് ഒതുങ്ങിന്ന്. അയ്യോ രാമേട്ടനെ കൊണ്ടുവല്ലെന്ന് പറ. രാമേട്ട ഒരുപാട് മരണം ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊരു മറ്റോടത്തെ മരണമായി പോയി, മനുഷ്യനെ ശല്യപ്പെടുത്താനായിട്ട്. അവന് വരാൻ പറ്റില്ലെങ്കിൽ അന്നേ പറയായിരുന്നില്ലേ? ലീവില്ല, കമ്പനി വിടണില്ല എന്നൊക്കെ ഇപ്പോഴാണ് പറയണത്. അമേരിക്കയിലെ അച്ഛനും അമ്മയും ചാകുന്നത് തെരുവട്ടികൾ ചാകുന്നതിന് തുല്യത്രേ. അത് മാത്രോ, അവനോട് ഒരു മതാമേനം കെട്ടി സുഖമായി ജീവിക്കണമെന്ന പണിക്കശ്ശേരി കുമാരൻ പറഞ്ഞത്. അവനവിടെ കുറച്ചാൾ ഉണ്ടായതല്ലേ.
സുഭദ്രയുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാ എന്തെങ്കിലും കഴിച്ചിട്ട് ദിവസം 4 അതവരെ ഭർത്താവ് മരിച്ചോണ്ടാണെന്ന് വിചാരിക്കാം. അതിന് അയൽവക്കക്കാരെ ഞങ്ങൾ എന്ത് കഴിച്ചു? കഷ്ടം. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, നിന്റെ സായുജ്യം പരേതാത്മാവിലേകണേ. ഓരോന്നില്ലൊന്നുമീ ഞങ്ങൾ പോയാൾക്കുള്ള ഗതാഗതം എല്ലാം നിന്നിൽ സമർപ്പിച്ചു കാത്തുകൊള്ളുക ദൈവമേ. പുണ്യവൃത്തി ഭവിക്കുവാൻ ദൈവമേ നിന്റെ കാരുണ്യം പരേതാത്മാവിലേകണേ. നീ അയക്കുന്നു നിർത്തുന്നു, നീ വിളിക്കുന്നു ദേഹി. നിന്റെ ഇച്ഛയ്ക്കു നിന്റെ നാമം മഹാമന്ത്രം, നിന്റെ ധ്യാനം മഹാക്രിയ. നീ താൻ പുരോഹിതൻ ദേവാ, സർവകർമ്മൈക സാക്ഷി നീ. ഇവിടെ അതൊക്കെ വാങ്ങി തരാന്നേ. ദൈവമേ നിന്റെ സായുജ്യം പരേതാത്മാവിലേകണേ. സഹസ്രശീർഷഃ പുരുഷഃ സഹസ്രാക്ഷക സഹസ്രപാദ് സഹോമ്യം ശുതോ വൃത്യഃ അത്യധിഷ്ഠഃ ദശാങ്കുലം പുരുഷ ഹേ വേദം സർവം ജൽഭൂതം നിത്യ ഭവ്യം മുദത്തസ്യ ശാനോ യദന്യനഃ തിരോഹതി യേ താവാനസി മഹിമാദോ ജയം ച പുരുഷഃ പാദസ്യാഹ വിശ്വഭൂതാനി ത്രിപാദസ്യാഹ മൃതം ദിവി ത്രിപാദോർദാഹുദൈധഃ പുരുഷഃ പാദസ്യാഹ പുനഃ തതോ വിശ്വം വിക്രാമസ്വാശനാശനെ അഭിः തസ്മാതിരാളധ്യായദാഹ വിരാജോ ഹതി പുരുഷഃ സജാതോത്തിരിച്ചതാഹ പശ്ചാൽ ഭൂമി മദോ പുരാഹ യൽ പുരുഷേണ കവിഷാ ദേവാഹ യജ്ഞമദന്നത. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. പരേതൻ്റെ ആത്മാവിനോട് ഞങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ധർമ്മദൈവ സ്ഥാനത്തു നിന്നും വേർപെട്ട് ഞങ്ങളെ യാതൊരു വിധത്തിലും ഉപദ്രവിക്കാതെ വെള്ളി കൊണ്ട് നിർമ്മിതമായ ഈ പ്രതിമയിൽ സാന്നിധ്യം വരണേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കാം.
സ്വാഹ. ജ്യോത്സ്യരെ, പരേതന്റെ ആത്മാവ് സാന്നിധ്യമായിട്ടുണ്ടോ എന്ന് നോക്കിയേ. ഓം നമോ നാരായണായ നമഃ. ഓം നമോ നാരായണായ നമഃ. ഓം നമോ നാരായണായ നമഃ. അമേ അമേ നാരായണ ദേവി നാരായണ ലക്ഷ്മി. ആ, ഒറ്റപ്പിടുത്തത്തിന് തന്നെ മാഷ് പോന്നു കേട്ടോ. ആത്മാവ് സാന്നിധ്യായി. തീർത്ഥം ചിരസി വഹിക്കുന്നിതെപ്പോഴും ആത്മശുദ്ധിക്കുമാ വല്ലവൻ. ഏവം പലതരം ചൊല്ലി സ്തുതിച്ചോരു ദേവേന്ദ്രനോടരു ചെയ്തു രാഘവൻ. മിഥ്യാഭവിച്ച കപികുല വീരരെ എത്തൽ കളഞ്ഞു ജീവിപ്പിക്കുകയും വേണം.